എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളക്കന്തന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ADGP ഗൗതത്തിനെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താണ്. കാരണം ഇതുവരെയായിട്ടും ഗൗരിമോളുടെ കാര്യത്തിലൊരു തീരുമാനം എത്തിയിട്ടില്ല. പിന്നീട് നന്ദയോടും ഗൗതത്തിനോടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ്. ഗൗരിയുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും എന്താ തീരുമാനം എടുത്തിരിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലോ. നന്ദ പറഞ്ഞു, ഞാൻ എൻ്റെ മോളെ വിട്ടുകൊടുക്കില്ല. ഇത്രയും കാലം ഞാൻ അവളെ വളർത്തി വലുതാക്കിയത്. ഈ 6 വർഷക്കാലം ഒരു ദിവസം അവളെ കാണാൻ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പറ്റില്ല സാറേ, എനിക്ക് അവളെ വേണമെന്ന് പറയാണ്. ഗൗതം പറഞ്ഞു, ഞാനും അവളെ വിട്ടുകൊടുക്കത്തില്ല, എനിക്ക് എൻ്റെ മോളെ വേണം. ഈ 6 വർഷക്കാലം അവൾ എന്നിൽ നിന്ന് എൻ്റെ മോളെ അകറ്റി നിർത്തി, ഇനി എനിക്ക് പറ്റില്ല എന്ന് പറയണം. ADGP പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ? ഒരു വള്ളിയുടെ അറ്റത്ത് പിടിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകുന്നല്ലാതെ അതിനൊരു പ്രയോജനമില്ല. ആരെങ്കിലും ഒരാളൊന്ന് വിട്ടുകൊടുക്കാൻ പറയണം. ഗൗതം പറഞ്ഞു, ഞാൻ എന്തിനു വിട്ടുകൊടുക്കണം? ഈ 6 വർഷക്കാലം എന്നിൽ നിന്ന് എൻ്റെ മോളെ അകറ്റി നിർത്തിയാലേ അവൾക്ക് അവളുടെ അച്ഛൻ ആരാന്ന് അറിയാനുള്ള അവകാശമെങ്കിലും ഇല്ലേ? അതുപോലും ഇല്ലാതെയല്ലേ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നു പറയണം. അവസാനം നന്ദ പറഞ്ഞു, സാർ എനിക്ക് എൻ്റെ മോളെ കിട്ടിയാൽ മതിയാവുള്ളൂ പറയണം. ഇത് കേട്ടതും ADGP പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ നന്ദ, 2 പേർക്കും അവകാശമുണ്ട്. 6 വർഷക്കാലം നന്ദ സൂക്ഷിച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനാണ് വന്നിരിക്കുന്നത്. കുഞ്ഞിൻ്റെ അച്ഛൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇനിയിപ്പം പരസ്പരം ഒരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ ഈ കേസ് കോടതിയിലേക്ക് വിട്ടാൽ മതി, അതോ നടക്കത്തുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ കോടതി വെച്ച് കണ്ടോളാം, ഞാൻ കോടതി വെച്ച് തീരുമാനം ഉണ്ടാക്കിക്കോളാം എന്ന് പറയണം. ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു, എനിക്ക് കോടതിയിലൊന്നും പോകാൻ താല്പര്യമില്ല, എനിക്ക് എൻ്റെ മോളെ കിട്ടിയാൽ മതിയാവുള്ളൂ പറയണം. ഗൗതം ഒരു കാരണവശാലും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അവസാനം ADGP പറഞ്ഞു, നന്ദ ഇങ്ങോട്ട് വരാമ്പോൾ നന്ദേനെ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഒരു ദിവസം നിൽക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തിയിട്ട് കാര്യമില്ലോ, നിങ്ങൾ അവളുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക, ഗൗരിയുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരുപക്ഷെ ഗൗതം ഇപ്പം കുഞ്ഞിനെ ഇത്ര ചേർത്ത് പിടിക്കുന്ന ഇത്രയും കാലമായിട്ടും അയാളുടെ ചോരയിൽ ഒരു കുഞ്ഞ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് പോലും അയാൾ അറിയുന്നത്. അതുകൊണ്ട് അയാൾക്ക് വിട്ടുതരാൻ മനസ്സിലായിരിക്കും. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, എനിക്കറിയാം അയാൾ എന്തിനു വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ എൻ്റെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. കുഞ്ഞിൻ്റെ അച്ഛൻ അയാളെന്ന് പറയുമെന്ന് പറയാം. ഇത് കേട്ടതും ADGP പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ ഗൗതത്തിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഗൗതത്തിനോട് വന്നിട്ട് പറഞ്ഞു, അതെ തൽക്കാലത്തേക്ക് കുഞ്ഞിൻ്റെ അച്ഛൻ ഗൗതമാണെന്നൊന്നും പറയണ്ട, അവളുടെ കാര്യത്തിലൊരു തീരുമാനം എത്തട്ടെ, അതിനുശേഷം മതിയെന്ന് പറയണം. അങ്ങനെ ഗൗതം അത് സംഭവിച്ചു. നന്ദ പറഞ്ഞു, പക്ഷെ എനിക്ക് എൻ്റെ മോളെ വിട്ടുതരാൻ പറ്റില്ല, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ ഒരുക്കുവാന്ന് പറയണം. അവസാനം ADGP പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, അങ്ങനെ നീങ്ങുവാണെ അങ്ങനെ നീങ്ങാം, ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്ന് പറയണം. അങ്ങനെ നന്ദേനെ മോചിപ്പിക്കുകയാണ് അവിടുന്ന്. കാരണം ഇപ്പം നന്ദേനെ അവിടെ പിടിച്ചു വെച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നീട് ഗൗതം വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് പിങ്കി ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. ഗൗരിമോളെ നല്ല ഉറക്കമായിരുന്നു. പിങ്കിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ തൻ്റെ മോന് അവൻ്റെ പപ്പാനെ നഷ്ടപ്പെടും. അവനെ ദത്തെടുത്താണ്. ഗൗരിയുടെ അത്രയും വരത്തില്ലല്ലോ, ചോരയുടെ അത്രയും വരത്തില്ലോ, ദത്തുപുത്രനല്ലേ അവന്. ഇപ്പം തന്നെയാണെങ്കിലും ഗൗതത്തിന് ഗൗരി വന്നു കഴിഞ്ഞ ഉടനെ അവളോടാണ് സ്നേഹം കൂടുതൽ. ഫുഡ് കൊടുക്കാൻ സമയത്താണെങ്കിലും അവനെ മൈൻഡ് ചെയ്യാതെ അവൾക്ക് മാത്രം കൊടുത്തിരിക്കുന്നു. അതൊക്കെ പിങ്കിയിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിങ്കി അതൊക്കെ ഓർത്തപ്പോൾ സങ്കടം വന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഗൗതം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മോഹിനി അങ്ങോട്ടേക്ക് ചെന്നു. മോഹിനി എന്നിട്ട് പറഞ്ഞു, അല്ല ഗൗതം നീ എന്ത് തീരുമാനിച്ചെന്ന് ചോദിക്കുക. എന്ത് തീരുമാനിക്കാൻ? അല്ല നീ ആ കുഞ്ഞിനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നില്ലേന്ന് ചോദിക്കുകയാണ്. ആരെ? ഗൗരീനെയോ? ഞാനെന്തിനു പറഞ്ഞു വിടണം, അവൾ എൻ്റെ മോളല്ലേന്ന് ചോദിക്കും. നാഴിക്ക് 40 വട്ടം നീ പറയുന്നുണ്ടല്ലോ നിന്റെ മോളാന്ന്, അതിനെന്തേലും തെളിവുണ്ടോയെന്ന് ചോദിക്കും. ഗൗതം പറഞ്ഞു, എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവൾ എൻ്റെ മോളാന്ന്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേണേ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വല്ല DNA ടെസ്റ്റ് നടത്താം, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ വിശ്വസിക്കുമല്ലോ എന്ന് പറയണം. ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു, എന്താ ഗൗതം നീ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല പിന്നെ ഇങ്ങനെയൊക്കെ പറയാതെ, നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ആ ഒരു പോംവഴി മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഇനി എന്താ, നിങ്ങൾക്ക് ഇനി എന്താ കൂടുതൽ അറിയേണ്ടതെന്ന് ചോദിക്കാം. അവളിനി എൻ്റെ മോളല്ലെന്ന് തെളിയിക്കണം, അതാണോ നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിക്കണേ. മോഹിനി പറഞ്ഞെന്നുള്ളൂ, നന്ദയുടെ കാര്യമാണ് പറയാൻ പറ്റില്ല. എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് വന്നിട്ട് ഗൗതത്തിൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് വിശ്വസിച്ചു പോയി, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാം. പിന്നെ അങ്ങനെ എവിടുന്നേലും കൂട്ടിക്കൊണ്ട് വരുന്ന ഒരാളല്ല നന്ദ. നന്ദേനെ നിനക്ക് നന്നായിട്ട് അറിയാലോ. അവൾ അങ്ങനെ ഒരു പെണ്ണുമല്ല. അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നെങ്കിൽ അവൾ പണ്ട് ആരെയും കല്യാണം കഴിച്ച് ഇപ്പോൾ സുഖമായിട്ട് ജീവിച്ചാനും. ഇത്രയും കാലമായിട്ട് അവൾ കല്യാണം കഴിക്കാതെ സ്വന്തം മോൾക്ക് വേണ്ടി ജീവിച്ചില്ലേ, അത് തന്നെ ചിന്തിച്ചാൽ പോരേന്ന് ചോദിക്കണം. ഇതങ്ങോട്ടേക്ക് വന്ന് പിങ്കി കേട്ടു. പിങ്കിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പം ഇത്രയും കാലം താൻ കാത്തിരുന്ന് വെറുതെ ആയെന്നൊരു ചിന്ത പിങ്കിയുടെ മനസ്സിലേക്ക് വരുവാണ്. ഇപ്പോഴും ഗൗതമിൻ്റെ മനസ്സിൽ നന്ദ തന്നെയാണ്, അവൾക്കാണ് പ്രാധാന്യം കൂടുതൽ. ഇത്രയും കാലം കാത്തിരുന്ന താൻ വെറും മണ്ടിയായിപ്പോയി. പിന്നീട് ഗൗതം നേരെ മുറിയിലേക്ക് എല്ലുവാണ്. ഗൗരിമോൾക്ക് പനിയായിട്ട് കണ്ടിട്ട് പോയതല്ലേ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിമോള് നല്ല ഉറക്കമായിരുന്നു. ഗൗതം പതുക്കെ ഗൗരിമോളുടെ അടുത്തിരുന്നു. പിന്നീട് അവളുടെ മുടിയിഴകളിലൊക്കെ തലയോടുവാണ്. ആ സമയത്താണ് നന്ദുമോൻ അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദുമോൻ കണ്ടു. പിന്നീട് നന്ദുമോൻ വന്നിട്ട് പപ്പാന്ന് വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത്
ഗൗതം ഒച്ച ഉണ്ടാക്കലെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ചൂണ്ടുവാണ്. പെട്ടെന്ന് നന്ദുവിന് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നു. നന്ദു അങ്ങോട്ട് തിരിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഗൗതം വിളിച്ചു, മോനും കൂടെ വരാൻ പറയണം. വേണ്ട പപ്പ എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് തിരിഞ്ഞു കടന്നു. ഗൗതത്തിന് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് തോന്നി. പാവം ഇത്രയും കാലം അവനെ തന്നെയല്ലേ കൊഞ്ചിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഗൗരിയെ കൊഞ്ചു കഴിയുമ്പോഴത്തേനും അതിന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഈ സമയം പിങ്കി ഈ കാഴ്ച കണ്ടു. പിങ്കി പെട്ടെന്ന് മോനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഗൗതത്തിന് മനസ്സിലായി പിങ്കിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഗൗതം പതുക്കെ എഴുന്നേറ്റ് നന്ദുവിൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. നന്ദുവിനെ വിളിച്ച് ചേർത്ത് എടുത്തിട്ട് പറഞ്ഞു, അതെ ഗൗരിക്ക് വയ്യാത്തോണ്ടല്ല ഞാൻ ഒച്ചുണ്ടാക്കലെന്ന് പറഞ്ഞ, ഒരു പക്ഷേങ്കിൽ അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടെങ്കിലേ അവളുടെ അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചാലോ. അല്ല എന്നാൽ പിന്നെ ഡോക്ടർ ആൻറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരാ ഒപ്പം നിൽക്കും. അതേ ഡോക്ടർ ആൻറ്റിക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല. ഡോക്ടർ ആൻറ്റിയെ ഒരു രോഗിനെ നോക്കാനായിട്ട് പോയിരിക്കുക. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വരാൻ പറ്റില്ലെന്ന് പറയാം. അത് മാത്രമല്ല ഗൗരിക്ക് വയ്യായികയല്ലേ, അവൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ഓർത്താ. മോന് വിഷമമായി നിൽക്കുക. ഇല്ല പപ്പ എനിക്ക് വിഷമമൊന്നും ആയില്ലെന്ന് പറയണ. അവൻ്റെ കുഞ്ഞു മനസ്സിൽ വേദന തോന്നിയാലും അവൻ അങ്ങനെ പറയണേ. പക്ഷെ പിങ്കിക്ക് മനസ്സിലായി നന്ദുവിന് വിഷമമായെന്ന്. പക്ഷെ അത് പുറത്താവും പ്രകടിപ്പിക്കാത്തതാണ്. പിന്നീട് നന്ദു അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും പിങ്കി ഗൗതത്തിൻ്റെ അടുത്ത് വന്നിട്ടിച്ചു, അല്ല ഗൗതത്തിൻ്റെ തീരുമാനം എന്താന്ന് ചോദിക്കുക. എന്താ ഗൗരീനെ ഇവിടെ നിർത്താൻ തന്നെയാണെന്ന് ചോദിക്കും. അതിനിപ്പോൾ എന്താ, ഞാൻ എൻ്റെ മോളെ ഇവിടെ നിർത്തുന്നതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടെന്ന് ചോദിക്കുകയാണ്. അതെ ഒരു കാര്യം പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഗൗരി വന്നപ്പോൾ മുതലേ ശ്രദ്ധിക്കുന്ന ഗൗതം ശരിക്കും നന്ദുവിനെ അവോയ്ഡ് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അവോയ്ഡ് ചെയ്യാനോ, നീ എന്തൊക്കെ പിങ്കി വിളിച്ചു പറയണമെന്ന് ചോദിക്കും. എനിക്കിപ്പം തന്നെ മനസ്സിലായി നന്ദു ദത്തുപുത്രനാണല്ലോ, നിങ്ങളുടെ സ്വന്തം ചോരയാണല്ലോ ഈ പറയുന്ന ഗൗരി. അപ്പം അതിൻ്റെതായ വേർതിരിവ് ഇപ്പം തന്നെ ഗൗതം കാണിച്ചു തുടങ്ങിയല്ലേ നിൽക്കും. വേർതിരിവോ, ഞാൻ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല പിങ്കി, അതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണെന്ന് പറയണം. തോന്നലല്ല ഗൗതം ശരിക്കും നന്ദുവിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അവനെ വീട്ടിൽ നിന്നും കൂടെ ഇറക്കി വിടുമെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം ഗൗതം വെറുതെ അനാവശ്യം പറയരുത്, അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യൻ ആ സമനില മട്ടിയിലിരിക്കണേ, എങ്ങനെയായ തിരുവൊന്നും അറിയത്തില്ല അപ്പോഴാന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ അവളിവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്, അവൾക്ക് തന്നെ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു വിടാൻ നന്ദയ്ക്ക്, ഇത്രയും കാലം അവളെല്ലാം നോക്കിയെന്ന് ചോദിക്കുക. അത് നിനക്ക് പറയാം, ഞാൻ അവളുടെ അച്ഛനാണ്, അപ്പം എനിക്കും അവളുടെ മേലെ അവകാശമുണ്ട്. നിങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അവൾ എൻ്റെ മോളാണെങ്കിൽ ഞാൻ അവളെ സ്വന്തമാക്കുക തന്നെ ചെയ്യുമെന്ന് പറയണം. ഈ സമയത്ത് നന്ദ ആകപ്പാടെ വിഷമത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരുവാണ്. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങനെ ഇതിനകത്തൊന്ന് കരകയറും, തൻ്റെ മോളെ എങ്ങനെയും കൊണ്ടുവന്നേ മതിയാവുള്ളൂ. കൊണ്ടുവന്നില്ലെങ്കിൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് മനസ്സിലായി. അവിടെ ഇരുന്നിട്ട് നന്ദയ്ക്ക് സ്വസ്ഥത കിട്ടിയില്ല. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നിർമ്മല അങ്ങോട്ടേക്ക് വരുവാണ്. നിർമ്മല എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാവുക. അവസാനം നിർമ്മല പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, ഞാൻ ഇന്ത്യപുരത്തിലേക്ക് പോയാലെന്ന് ചോദിക്കുക. പോയിട്ടോ, ഞാൻ ഗൗരിയെ വിളിച്ചിട്ട് വരാം, ഞാൻ ഗൗതമേട്ടനോട് സംസാരിക്കാന്ന് പറയും. നിർമ്മല സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോൾ ആരൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞാലും ഗൗതം സാർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാനൊരു കാര്യം തീരുമാനിച്ചു, കേസ് കളിച്ചിട്ടാണ് ശരി, എനിക്ക് എൻ്റെ മോളെ സ്വന്തമാക്കിയാൽ മതിയാവുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടോ നിർമ്മല പറഞ്ഞു, അങ്ങനെ കേസ് കളിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ വിട്ടുകിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കെൻ്റെ മോളെ വേണം. ചിലപ്പോൾ കുഞ്ഞിനോട് ചോദിക്കുമായിരിക്കും ആരുടെ കൂടെ പോകണ താല്പര്യം എന്ന്. അപ്പോൾ അവൾ എന്താ പറയണമെന്ന് അറിയില്ലല്ലോ നന്ദയെന്ന് പറയാം. അവൾ എൻ്റെ പേരേ പറയുള്ളൂ, എനിക്കറിയാം എൻ്റെ കൂടെ വരണമെന്ന് അവൾ അവകാശപ്പെടുള്ളൂ എന്ന് പറയാം. അതൊക്കെ നന്ദയുടെ വെറും തോന്നലല്ലേ. ഇത്രയും കാലം പപ്പാനെ കാണാതിട്ട് അവൾ കണ്ടിരിക്കുന്നതല്ലേ. ഒരുപക്ഷെ ഗൗതമേട്ടന് സ്നേഹം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ അവിടെ നിൽക്കണമെന്നാണ് പറയുന്നെങ്കിലോ. അങ്ങനെയാണ് നന്ദ എന്ത് ചെയ്യുന്നു ചോദിക്കുക. ഇത് കേട്ടതും നന്ദയ്ക്ക് എന്തോ മറുപടി പറയണമെന്ന് നടത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.